കർക്കിടകവാവിലെ ബലിതർപ്പണത്തിനായി തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഒരുങ്ങി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് തിരുനാവായിൽ ബലിതർപ്പണം നിർവഹിക്കാൻ വർഷാവർഷം എത്താറുള്ളത്. ഭക്തരുടെ എണ്ണം കൂടുന്നത് പരിഗണിച്ച് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. മലബാറിൽ ബലിതർപ്പണത്തിന് ഏറെ തിരക്കനുഭവപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. നിളാതീരത്തെ ത്രിമൂർത്തി സംഗമസ്ഥാനം. 50,000-ൽ പരം വിശ്വാസികൾ ഇത്തവണ ബലിതർപ്പണം നിർവഹിക്കാൻ തിരുനാവായിൽ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഭാരതപ്പുഴയിലെ ശക്തമായ ഒഴുക്ക് കണക്കിലെടുത്ത കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ സുരക്ഷാ വേലി നിർമ്മിച്ചിരുന്നു. 16 കർമ്മികളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ ചടങ്ങുകൾക്ക് തുടക്കമാകും. കർക്കിടവാവിൻ്റെ തലേന്ന് ഉച്ച മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങും എന്നുള്ളതിനാൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നിള ഓഡിറ്റോറിയവും ദേവസ്വം സത്രവും ദേവസ്വത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസ സൗകര്യമുണ്ട്. ഭക്തജന സൗകര്യാർത്ഥം ഒരുക്കിയ വിശാലമായ നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ചടങ്ങുകൾക്കിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 300ഓളം പോലീസുകാരുടെ സേവനവും ക്ഷേത്രത്തിൽ ഉണ്ടാകും. പുലർച്ചെ 2 മണിയോടെ ബലിതർപ്പണം ആരംഭിക്കും. റിപ്പോർട്ടർ, മലപ്പുറം.